നമ്മുടെ സൊസൈറ്റി ഫെമിനിസം എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചാൽ ദീപ ഒരു ഫെമിനിസ്റ്റ് ആണോ? അല്ല. അല്ല. അപ്പം അതിനൊരു റീസൺ ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ സോ കോൾഡ് ഫെമിനിസ്റ്റ്, എനിക്കറിയില്ല സത്യത്തിൽ ഈ ഫെമിനിസം ശരിക്കും എന്താണെന്ന്. ഞാൻ പല നിലയ്ക്ക് അന്വേഷിച്ചു, പക്ഷെ എനിക്ക് അതിനെ ഒരു വേർഡിലേക്ക് ചുരുക്കാൻ പറ്റുന്ന നിലയ്ക്ക് പറ്റിയിട്ടില്ല. ദീപ എന്തുകൊണ്ടായിരിക്കും ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു? എന്ന് വെച്ചാൽ ഇപ്പൊ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓ ഫെമിനിസ്റ്റ് ആ രീതിയിൽ അങ്ങനെ അല്ല. ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ട് പല മേഖലകളിലും നമ്മളെ കണക്കാക്കാതിരിക്കരുത്. സോ വി ഷുഡ് ഓൾസോ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് മെൻ. ഇതാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ ചെയ്യുന്ന എല്ലാം സ്ത്രീകൾക്കും ചെയ്യണം, സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന എന്തിനാ പുരുഷനും ഇരിക്കട്ടെ, അങ്ങനെ ഒരു ചാലഞ്ചിങ് മോഡിലേക്ക് പോയി. ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. അവിടെ എത്തുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഇപ്പം അതും ഒരുപാട് മാറി. അതിനോ അതിലൊരുപാട് ഡിബേറ്റ് ഉണ്ട്, LGBTQ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു കണ്ടംപററി ട്രഡീഷണൽ കാര്യം നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം രണ്ട് ഡിഫറെൻറ്റ് കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു കുടുംബം നടത്തുമ്പം കുടുംബം ഫുൾ ആവുന്നു, ഹോൾ ആവുന്നു. അപ്പം സ്ത്രീക്ക് ഉള്ള ഇല്ലായ്മകൾ പുരുഷന്മാർക്കും ഉള്ള ഇല്ലായ്മകൾ എന്ന് പറയുമെന്നറിയില്ല, പക്ഷേ പുരുഷന്മാരുടെ ഇല്ലായ്മകളെ സ്ത്രീക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ രണ്ടുപേരോട് ഒന്നിക്കുമ്പോൾ ഇറ്റ് ഇസ് വൺ ഹോൾ ഫാമിലി. ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. അതിന് പകരം ഇപ്പോൾ പല ഡിബേറ്റ്സ് വരുന്നത് സ്ത്രീയും പുരുഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം, പുരുഷൻ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനോട് എനിക്ക് യോജിപ്പില്ല. സോ ഇൻ ദാറ്റ് സെൻസ് am I a feminist എന്ന് ചോദിച്ചാൽ I'm not a feminist. എനിക്ക് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോയിന്റോട് തന്നെ രാഹുൽ വീട്ടിൽ കുക്ക് ചെയ്യണം, രാവിലെ എനിക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് നന്നായി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ദെയർ നാച്ചുറൽ സെൽഫ്. ഒരു പുരുഷന്റെ നാച്ചുറൽ സെൽഫ് അതല്ലല്ലോ. അപ്പൊ നമ്മൾ അത് ആ നാച്ചുറൽ സെൽഫിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അതെന്തുകൊണ്ട് പുരുഷൻ നാച്ചുറൽ സെൽഫ് അല്ല എന്നപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കും, അതെന്തുകൊണ്ടാണ് ദീപ അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പൊ പിന്നെ നാളെ സ്ത്രീയും പുരുഷനും പറയത്തില്ല, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് എന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. എല്ലാവരും ഒന്നുപോലെ. അങ്ങനെയല്ല. യൂണിവേഴ്സ് ഹസ് ക്രിയേറ്റഡ് അസ് ബ്യൂട്ടിഫുള്ളി ഡിഫറെന്റ്. സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും ഇരിക്കുക. ആ രണ്ട് രീതിയിൽ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. അവരുടേതായ മേഖലയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ്. സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് പറയാൻ പാടില്ല. അതിൽ മാത്രമാണ് നമ്മൾ പറയുന്നത് വി ഷുഡ് ഫൈറ്റ് ഫോർ അവർ ഓപ്പർച്യൂണിറ്റീസ്. ദീപ വീണ്ടും അതിനെ മനോഹരമായിട്ട് പറഞ്ഞു. അതാണ് ദീപ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ഒരു പ്രത്യേക ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യം, സ്ത്രീകളുടെ ഇല്ലായ്മയെ പുരുഷൻ ക്ലിയർ ചെയ്യുന്നു, പുരുഷന്റെ ഇല്ലായ്മയെ സ്ത്രീ ക്ലിയർ ചെയ്യുന്നു. അവർ രണ്ടും ചേരുമ്പോൾ ഒരു മനോഹരമായ കുടുംബം ഉണ്ടാവും. വളരെ മനോഹരമായിട്ട് അതിനെ പറഞ്ഞു. അതെ, ഞാനല്ല ഇതിനു മുമ്പ് ഒരുപാട് പേര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഭയങ്കര ഇറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ് അല്ലേ? അപ്പൊ അവിടെ വെച്ച് പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് താഴെ ഇനി ഒരു കുലസ്ത്രീ എന്നൊക്കെ അതുകൊണ്ടായിരിക്കും വരുന്നത്. എനിക്ക് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാൻ വെച്ച് എന്ത് പേരിട്ടു? ഞാൻ വെച്ചത് കുലസ്ത്രീ വൈബ്സ്. അങ്ങനെ പേരിട്ടാലോ? മേ ബി അങ്ങനെ ചെയ്തു തീരുമാനമായിരുന്നു. ഇല്ല, പിന്നെ വിചാരിച്ചത് ഭയങ്കര ഫ്ലാഷി ആയി പോകും, വേണ്ട ദീപ രാവലീശ്വർ തന്നെ ഇട്ടു. പക്ഷെ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ കുലസ്ത്രീ ആയിട്ടൊന്നും അല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പുരുഷന്മാർക്ക് വിട്ടു കൊടുക്കരുത്. അത് നമ്മൾ തന്നെ ചെയ്യണം. അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കരുത്, നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം എന്നല്ല, വേറെ ആരെങ്കിലും സഹായത്തിൽ വിളിക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ പുരുഷന്മാരായിട്ടൊരു ഫൈറ്റിന് പോകുന്നത് എന്തിനാ? ഇറ്റ് ഈസ് ദിസ് യൂണിവേഴ്സ് ഇസ് ബാലൻസ്ഡ് ആയിട്ടാണ് സർവീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്, വളരെ ബാലൻസ്ഡ് ആയിട്ട്. ആ ബാലൻസിനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കളഞ്ഞ് അങ്ങ് ഫൈറ്റ് ചെയ്ത് ഒരു വല്ലാത്തൊരു ഇതിലേക്ക് കൊണ്ടുപോകുക, അത് വേണ്ട. നമ്മുടെ സൊസൈറ്റിക്ക് സ്വാഭാവികമായോ, അത് ഇന്റൻഷനലി ഒരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ സൊസൈറ്റി പുരോഗമിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷ കേന്ദ്രീകൃത സ്വഭാവം ഇതിന് വന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ അത് പൂർണ്ണമായും വാദത്തിന് അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും പല കാര്യങ്ങളിലും സ്ത്രീ ചെയ്യുന്ന ഒരു പ്രശ്നം അത് പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ അതിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ പല മൂവ്മെന്റ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ് ആധുനിക സമൂഹത്തിൽ വരുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ദീപ കാണുന്നത്? ഇപ്പൊ ഈ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ മൂവ്മെന്റിന്റെ കാര്യം നിന്ന് ആലോചിച്ച് നോക്കും. മീ ടു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നല്ല മൂവ്മെന്റ് ആയിരുന്നു. അത് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പുറത്ത് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന മൂവ്മെന്റ് ആയിരുന്നു. അൺലെസ് എവ്രി വൺ സ്റ്റാർട്ടഡ് മിസ്യൂസിങ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ എതിരെ പോലും ഒരു മീ ടു വന്നു. എത്രയോ
യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ഞാൻ 100% പറയാം. ഇനി ഇത് യൂട്യൂബ് ചാനലാണല്ലോ, ഇത് റെക്കോർഡ്സിൽ കിടക്കും. നാളെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിങ്ങോട്ട് പറയാനുള്ള റെക്കോർഡ്സ് ഇതിലുണ്ട്. പക്ഷെ 101% എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നറിയാം. വെറുതെ നമ്മൾ ഓരോ പുരുഷന്മാരുടെ, അത് എൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് പറയുന്നില്ല, നടന്നിട്ടില്ലാത്ത കാര്യമാണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ വേറെയും ഒരുപാട് പുരുഷന്മാരുടെ കേസ് അത്രയും വർഷം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ എടുത്ത് അത് പ്രൂവ് ചെയ്യാൻ പോലും നമുക്ക് മാർഗ്ഗമില്ല. അതോടെ ആ മൂവ്മെന്റിന്റെ ഒരു എന്താ പറയുക, ഒരു സത്യം അങ്ങ് നഷ്ടപ്പെട്ടു. അതിലൂടെ എന്താ സംഭവിച്ചത്, യഥാർത്ഥത്തിൽ ആ മൂവ്മെന്റിലൂടെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. അപ്പം ഈ ഒരു മാറ്റം, അതായത് പുരുഷന്മാരെ എങ്ങനെയെങ്കിലും എന്താ പറയുക താഴ്ത്തണം എന്നൊരു രീതിയിലുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നതല്ല ഫെമിനിസം. ആ ഒരു മൂവ്മെന്റ് സൊസൈറ്റിയിൽ ഒരു ഹെൽത്തി ആയ ഒരു കാര്യമല്ല. ഹരി ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് മൊത്തത്തിൽ ക്ലിയർ ആയില്ല, ഇടയ്ക്ക് വെച്ച്. ഞാൻ ചോദിച്ചത് ഇതുപോലെ വരുന്ന മൂവ്മെന്റ്സ് കുറെ ഡിഫറൻസസ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു. അതായത് ചില സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പെട്ടെന്ന് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്, ചിലയിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ എടുക്കുന്ന നടപടി വേഗത്തിലാകുന്നു, ചില നിയമങ്ങളിൽ തന്നെ നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് നിർബന്ധിതരാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ ദീപ ഇപ്പൊ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് നടക്കുന്നുണ്ട്, ഉണ്ടാകുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യത്യാസം സമൂഹത്തിൽ വരുന്നതിനെ ദീപ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കാണുന്നത്? അല്ല, അത് ഒരു രണ്ടില് ഒന്നെന്ന് കരുതാൻ പറ്റില്ല. ആക്ച്വലി ആദ്യം പോസിറ്റീവായിട്ട് വന്ന് തുടങ്ങിയെങ്കിലും നമ്മൾ ഈ ഓവറാക്കുക എന്ന് പറയില്ലേ, അത് വല്ലാണ്ട് ഓവറായി അത് ഇത്തിരി നെഗറ്റീവായി മാറുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, ഇപ്പം പുരുഷന്മാർ സ്ത്രീകളൊക്കെ വളരെ ഫ്രീ ആണല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വെറുതെ ഒന്ന് ഹരിയെ ഇങ്ങനെ ഒന്ന് തട്ടി, ആർക്കും ഒരു പ്രശ്നമില്ല. ഹരി തിരിച്ചു കളയും, ഞാൻ തിരിച്ചു കളയും. പക്ഷെ ഹരി ഇപ്പം തിരിച്ച് എന്നെ അങ്ങനെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയൊരു സംസാരമാവും. എന്തിനാണ് സ്ത്രീയുടെ അനുവാദമില്ലാതെ എന്തുകൊണ്ട് ഇത് ചെയ്തു? അതൊക്കെ വളരെ കൂടുതലല്ലേ. ഞാൻ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടല്ലേ തിരിച്ചിങ്ങോട്ടും ചെയ്യണേ. അപ്പം നമ്മൾ ഒരുപാട് പുരുഷന്മാരിലേക്ക് അൺഫെയർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അൺഫെയർ ആവുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ആരും എന്നെ കൊല്ലാൻ വരണ്ട. ഞാൻ അങ്ങനെ ഒരു ഫെമിനിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഓണസ്റ്റ്ലി ദാറ്റ്സ് നോട്ട് ഫെയർ. ഫെയർ ആയ കാര്യങ്ങൾ മുൻപോട്ട് വരാൻ നമ്മൾ എപ്പോഴും ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ആണിത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൂവ്മെന്റ്സിനെ എടുത്ത് ഉപയോഗിച്ച് അതിന്റെ ഒരു അത് ഇല്ലാണ്ടാക്കരുത്. അത് ഈ സിനിമാ മേഖലയിൽ അവിടെയും പുരുഷാധിപത്യം നിലനിന്നിരുന്നു വളരെയധികം സംസാരിക്കപ്പെട്ട ഒരു മേഖലയാണ്. അത് ഡയറക്ടേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, മ്യൂസീഷ്യൻസിനെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു പുരുഷന്മാരുടെ എണ്ണം തന്നെയാണ് കൂടുതൽ. ഇന്നും ആ മേഖലയിൽ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ അവരുടെ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയോ ഒരുപക്ഷെ അവർക്കെതിരെയുള്ള നീതി നിഷേധങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയോ ഉണ്ടായ ഒരു സംഘടനയാണ് WCC. അപ്പം അത് തുടങ്ങിയത് നമ്മളെല്ലാവരും തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ ആ സംഘടന എന്ത് ചെയ്യുന്നു എന്നൊരു പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ ആ സംഘടനയെ കുറിച്ച് എന്താണ് ദീപ വിലയിരുത്തുന്നത്? അല്ല, ആ ഒരു പ്രത്യേക സംഘടനയെ കുറിച്ച് വിലയിരുത്താൻ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിമൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം മഞ്ജു ചേച്ചിയെ പോലെ, പാർവതി പോലെ വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേര് ചേർന്നുണ്ടാക്കിയതാണ്. അതിന് അതിൻ്റെതായ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കൂട്ടായ്മകൾ വരുന്നത് നല്ലത് തന്നെയാണ്. അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പുരുഷ ആധിപത്യം വരുന്നത് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാർക്ക് ചില കാര്യങ്ങൾ അവരുടെ മാത്രം കുത്തകയായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ല. സൊസൈറ്റിയിൽ പൊതുവെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്യണം, രണ്ട് തെറി വിളിക്കണം, അതുപോലത്തെ ആക്ടേഴ്സിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഹെയിൽ ചെയ്യുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിച്ച് വാഴ്ത്തുന്നു. സൊസൈറ്റിയിൽ ഞാൻ നേരത്തെ ഈ ആധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ആധിപത്യം ഉണ്ട്. ഇപ്പൊ വീട്ടിൽ ആർക്കാണ് ആധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ്. നമ്മളെപ്പോഴും സ്ത്രീകളാണല്ലോ ഹോം മിനിസ്റ്റേഴ്സ് എന്ന് പറയുക. നേരത്തെ പുരുഷൻ ഹെഡ് ഓഫ് ദ ഫാമിലി പുരുഷനാണെന്ന് പറയാം. A woman is the heart of the family and the soul of the family, അല്ലേ? So man is the head of the family. വുമൺ ഇല്ലാതെ ആ വീടൊരു എന്താ പറയുക, ഒരു വീടായി മാറി, ഒരു കുടുംബമായി മാറത്തില്ല. പുരുഷൻ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ബിക്കോസ് പുരുഷൻ മാത്രമായിരുന്നു ഫിനാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പുറത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് പുരുഷനായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ സ്ത്രീകൾക്കും ഇപ്പോൾ അത് പറ്റുന്നുണ്ട്. എന്നാൽ ഒരു പുരുഷന് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ ചെയ്യുന്നുണ്ട് ഒരു വീട്ടിൽ. അതില്ലാതാക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരു സ്നേഹം, ഒരു പരിഗണന, ഒരു കരുതൽ വീട്ടിൽ കുട്ടികൾക്കും ഭർത്താവിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീയാണോ ഹെഡ് ഓഫ് ദി ഫാമിലി എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ഹാർട്ട് ഓഫ് ദി ഫാമിലി ഇസ് ഡെഫിനറ്റ്ലി എ വുമൺ. അപ്പം നമുക്ക് നമ്മുടേതായ ആധിപത്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം പുരുഷൻ കാണിക്കുന്നത് വളരെ ലൗഡ് ആൻഡ് മാസി ആണോ എന്ന് ചോദിച്ചാൽ നോ, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ എന്നാണ് ഞാൻ പറയുന്നത്.